ഹോട്ട്സ്പോട്ട് വഴി സ്ഥിരമായി മറ്റുള്ളവർക്ക് മൊബൈൽ ഡാറ്റ ഷെയർ ചെയ്യുന്നവരാണോ നിങ്ങൾ? എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോണ് വലിയ തോതിൽ കേടുപാടുകൾ വരുത്തുകയാണ്. ഹോട്ട്സ്പോട്ട് എന്നത് ഒരു അത്യാവശ്യ ഘട്ടത്തിൽ മറ്റൊരാൾക്ക് ഇൻ്റർനെറ്റ് ആവശ്യമാണെങ്കിൽ കുറച്ച് സമയത്തേക്ക് അയാൾക്ക് വേണ്ടി മൊബൈൽ ഡാറ്റ ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ്. അല്ലാതെ വൈഫൈ കണക്ഷനെ പോലെ സദാസമയവും ഓൺ ചെയ്തിട്ട് ഒരുപാട് ഡിവൈസുകൾ കണക്ട് ചെയ്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ അല്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിന് ഒരുപാട് കേടുപാടുകൾ വരുന്നതാണ്. അപ്പോൾ മൊബൈൽ ഹോട്ട്സ്പോട്ട് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകൾക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരുന്നത് എന്നും മൊബൈൽ ഫോണിലെ ഹോട്ട്സ്പോട്ട് വഴി മറ്റുള്ളവർക്ക് ഇന്റർനെറ്റ് ഷെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. ആദ്യത്തെ പ്രശ്നം ബാറ്ററിയുടെ ആയുസ് ഗണ്യമായി കുറയുമെന്നുള്ളതാണ്. ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്യുമ്പോൾ ഫോണിലെ വൈഫൈ ചിപ്പും സെല്ലുലാർ മോഡവും ഒരേ സമയം കൂടുതൽ പവർ ഉപയോഗിച്ച് പ്രവർത്തിക്കേണ്ടി വരുന്നത് കൊണ്ട് തന്നെ ബാറ്ററി പെട്ടെന്ന് തീരാൻ കാരണമാകുന്നു. പെട്ടെന്ന് ബാറ്ററി ഡ്രെയിൻ ആകുന്നത് കൊണ്ട് തന്നെ ഒരു ദിവസം ഒരുപാട് തവണ ചാർജ് ചെയ്യേണ്ടി വരും. തുടർച്ചയായുള്ള ഈ ചാർജിങ്ങും ഡിസ്ചാർജിങ്ങും ബാറ്ററിയുടെ ആയുസിനെ വലിയ തോതിൽ ബാധിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം അമിതമായി ഫോൺ ചൂടാകും എന്നുള്ളതാണ്. ഫോണിലേക്ക് മൊബൈൽ ഡാറ്റ സ്വീകരിക്കുന്നതിനൊപ്പം അത് റേഡിയോ തരംഗങ്ങളായി പുറത്തേക്ക് വിടുകയും ചെയ്യുന്നതിനാൽ പ്രൊസസ്സറിനും മോഡത്തിനും സമ്മർദ്ദം ഉണ്ടാക്കുന്നു. ഇത് ഫോണ് അമിതമായി ചൂടാകാൻ കാരണമാകുന്നു. തുടർച്ചയായി ഇങ്ങനെ ഫോൺ ചൂടാകുമ്പോൾ ആ ചൂട് ഫോണിൻ്റെ ഇൻറ്റേർണൽ സർക്യൂട്ടുകളെയും ഡിസ്പ്ലേയെയും ദോഷകരമായി ബാധിക്കുന്നു. മൊബൈൽ ഫോൺ അമിതമായി ചൂടാകുന്ന സമയത്ത് ഉപയോഗിക്കുമ്പോഴാണ് ഈ ഗ്രീൻ ലൈൻ ഇഷ്യൂ അതുപോലെ തന്നെ ഇൻറ്റേർണൽ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മൂന്നാമത്തെ പ്രശ്നം ഫോണിൻ്റെ വേഗതയും പെർഫോമൻസും കുറയുമെന്നുള്ളതാണ്. നമ്മൾ ഹോട്ട്സ്പോട്ട് ഓണാക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ വലിയൊരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹോട്ട്സ്പോട്ട് ഓണാക്കി മൊബൈൽ ഫോൺ ഉപയോഗിക്കുമ്പോൾ വലിയ ഗെയിമുകൾ, എഡിറ്റിംഗ് ടൂളുകൾ, ഹെവി ആപ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ ഫോണ് സ്വാഭാവികമായി ലാഗ് അനുഭവപ്പെടുന്നതാണ്. ഹോട്ട്സ്പോട്ട് ഓണാക്കിക്കൊണ്ട് മൊബൈൽ ഫോൺ ഉപയോഗിക്കപ്പെടുമ്പോൾ ഫോണിന് അമിതമായ ബാധ്യതയുണ്ടാകുന്നു. കാലക്രമേണ അത് ഫോണിൻ്റെ പ്രൊസസ്സറിനെയും വേഗതയെയും ഒക്കെ ബാധിക്കുന്നതാണ്. നാലാമത്തെ പ്രശ്നം മൊബൈൽ ഡാറ്റ വലിയ തോതിൽ നഷ്ടപ്പെടുമെന്നുള്ളതാണ്. നമ്മൾ ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് മറ്റൊരാൾക്ക് ഇൻ്റർനെറ്റ് നൽകുമ്പോൾ അവരുടെ ഫോണ്, ലാപ്ടോപ്പ് എന്നിവയെ സംബന്ധിച്ചിടത്തോളം അതൊരു വൈഫൈ കണക്ഷനാണ്. അതുകൊണ്ട് തന്നെ സ്വയമേ അവ സിസ്റ്റം അപ്ഡേറ്റ് ചെയ്യും. ഓൺലൈൻ സ്ട്രീമിങ്ങിൽ ഹൈ ക്വാളിറ്റിയിൽ വീഡിയോ പ്ലേ ആകും. സോഷ്യൽ മീഡിയ ആപ്പുകൾ മുൻകൂട്ടി പേജുകൾ ഡൗൺലോഡ് ചെയ്തു വെക്കും. ഫോണിലെ ആപ്പുകൾ സുഗമമായ പ്രവർത്തനത്തിന് വേണ്ടി ഡാറ്റകൾ മുൻകൂട്ടി ശേഖരിച്ച് വെക്കും. എന്തിന് വാട്സപ്പിലെ ഫോട്ടോ, വീഡിയോ പോലെയുള്ള മീഡിയ ഫയലുകളൊക്കെ ഡൗൺലോഡ് ചെയ്യപ്പെടും. അപ്പോൾ പ്രതിദിന ഡാറ്റ ലിമിറ്റൊക്കെ ഉള്ളവർക്ക് ഇത് വലിയ വെല്ലുവിളിയാണ്. ഇനി ഹോട്ട്സ്പോട്ടുകൾ നൽകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഹോട്ട്സ്പോട്ടുകൾ നൽകുമ്പോൾ ബാക്ക് കവർ ഒഴിവാക്കുന്നത് ചൂട് കുറയ്ക്കാൻ വലിയ തോതിൽ സഹായിക്കും. അതുപോലെ ഒന്നിലധികം ഫോണുകളും ഡിവൈസുകളും ഫോണിൽ കണക്ട് ചെയ്യാൻ അനുവദിക്കാതിരിക്കുക. ഹോട്ട്സ്പോട്ട് സെറ്റിംഗ്സിനകത്ത് തന്നെ ഡിവൈസുകളുടെ എണ്ണം നിയന്ത്രിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിലവിലുള്ളത് മാറ്റി ഒരു സമയത്ത് ഒരൊറ്റ ഡിവൈസ് എന്നാക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ വളരെ അത്യാവശ്യ ഘട്ടത്തിൽ മാത്രം മറ്റുള്ളവർക്കായി ഹോട്ട്സ്പോട്ട് വഴി ഇൻ്റർനെറ്റ് ഷെയർ ചെയ്യുക. ആവശ്യം കഴിഞ്ഞാലുടനെ ഓഫ് ചെയ്യുക. ഒരു വൈഫൈ മോഡം പോലെയൊന്നും സദാസമയവും ഹോട്ട്സ്പോട്ട് ഓൺ ചെയ്ത് ഒരിക്കലും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വളരെ പെട്ടെന്ന് തന്നെ കേടാകുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.